السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أيها الإخوان اتقوا الله عباد الله. وقال الله سبحانه وتعالى في المحكم التنزيل: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അർ-റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തിലെ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇനി അള്ളാഹുവിൻ്റെ റഹ്മത്ത്, വിശാലമായ ആ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ, എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യേകമായി നമുക്ക് ലഭിക്കണമെങ്കിൽ ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നമുക്ക് ജനങ്ങളോടെല്ലാം കാരുണ്യമുണ്ടാവണം. ജനങ്ങളോട് കരുണയിൽ പെരുമാറണം സത്യവിശ്വാസികൾ. അങ്ങനെ ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി സത്യവിശ്വാസികൾ മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമുക്ക് പ്രത്യേകമായി ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉന്നതമായ സ്വഭാവ ഗുണത്തിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ പ്രവാചകനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്: ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതൻ ഇതാ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന, നിങ്ങൾക്ക് വിഷമകരമാകുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. സത്യവിശ്വാസികളോട് അങ്ങേയറ്റത്തെ കൃപയും കാരുണ്യവുമുള്ളയാളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ പ്രവാചകന്റെ നാമങ്ങളിൽ ഒന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു, നബിയുർ റഹ്മ എന്നാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന പ്രവാചകന്റെ വിശേഷണങ്ങളിൽ അവിടുത്തെ സ്വഭാവ മഹിമയിൽ ഒരു സുപ്രധാനമായ വിഷയം. അപ്പോൾ അവിടുന്ന് ഏറ്റവും നല്ല കാരുണ്യമുള്ള ആളായിരുന്നു. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കാരുണ്യമുണ്ട്, ജനങ്ങളോടെല്ലാം കരുണയോടെ പെരുമാറുന്ന ആളുമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശേഷണമാണ് അവിടുത്തെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ.
എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സിദ്ദീഖുകളുടെ നേതാവായ മഹാനായ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു ആ പ്രവാചകന്റെ സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നു, ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള ഉമ്മത്തിൽപ്പെട്ട ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന്. അപ്പൊ ഇങ്ങനെ കാരുണ്യമുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വാചകത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് റഹ്മത്ത് ചെയ്യുന്ന ആർക്കാണ്? മൻ ലാ യർഹമുൻ നാസ ലാ യർഹമുല്ലാഹ്. ജനങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് അല്ലാഹു കരുണ ചെയ്യുകയില്ല. മൻ ലാ യർഹമുൻ നാസ, ജനങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകളെ ലാ യർഹമുല്ലാഹ്, അല്ലാഹു അവരോട് കരുണ കാണിക്കുകയില്ല എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ജനങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന ആളുകളാണ്. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടികളെ ചുംബിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു അറാബിയായ മനുഷ്യൻ വരികയാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അതുഖബ്ബിലൂന സുബിയാൻ, നബിയെ നിങ്ങൾ കുട്ടികളെ ചുംബിക്കുകയാണോ? നിങ്ങൾ കുട്ടികളെ ചുംബിക്കുകയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാണ്, ഞാൻ കുട്ടികളെ ഒന്നും ചുംബിക്കാറില്ല, എന്റെ കുട്ടികളെ ഒന്നും ഞാൻ ചുംബിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? കുട്ടികളെ ചുംബിക്കുക എന്നതൊരു കാരുണ്യമാണ്, അവരോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ പ്രതിഫലനമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൊത്തത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമുക്ക് ജനങ്ങളോട് കാരുണ്യമുള്ളവരാവണം, ജനങ്ങളോട് കരുണയോടെ പെരുമാറുന്നവരാവണം നമ്മൾ. എങ്കിൽ അല്ലാഹു അവന്റെ കാരുണ്യം പ്രത്യേകമായി നമുക്ക് നൽകുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർഹമാ, അവന്റെ അടിമകളിൽ നിന്ന് കാരുണ്യമുള്ളവരെ അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ വിഷയം, നമുക്ക് ജനങ്ങളോടൊക്കെ കാരുണ്യം ഉണ്ടാവണം, എങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് പ്രത്യേകം ലഭിക്കുന്നതാണ്. രണ്ട്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് അവർക്ക് ഇറങ്ങുമെന്നാണ്. റഹ്മത്താണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എങ്ങനെയാണ്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ ولا يزيد الظالمين إلا خسارا وننزل من القرآن ما هو شفاء. പരിശുദ്ധ ഖുർആൻ ഇതാ നാം നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ്. മിനൽ ഖുർആനി, പരിശുദ്ധ ഖുർആനിൽ നിന്ന്, മാ ഹുവ ശിഫാഉൻ, ഔഷധമായ ഒന്ന്, വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് കാരുണ്യവും, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, അക്രമികളായ ആളുകൾക്ക് പരാജയമല്ലാതെ വർദ്ധിക്കുകയില്ല. അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഖുർആൻ. അത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യവുമായി മലക്കുകൾ ആ ഭാഗത്തേക്ക് ഇറങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമുണ്ടാകും. നസലത്ത് അലൈഹിമുൽ അസ്സകീന വഗശിയതുഹുമുർ റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവരിലേക്ക് സമാധാനം ഇറങ്ങും, അവരെ കാരുണ്യം ആപാദ ചൂടം മൂടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാനുള്ള ഒരു പ്രത്യേകമായ വിഷയം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. മൂന്നാമത്തത്, സ്വലാത്തു അർബഅ റക്അാത്തിൻ ഖബ്ല അൽ അസ്ർ.
അസ്റിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം. അസ്റിന് മുമ്പ് റവാത്തിബ് സുന്നത്തൊന്നുമില്ല. അസ്റിന് മുമ്പ് റവാത്തിബ് സുന്നത്ത് അങ്ങനെ മുഅക്കദാക്കിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, റഹിമല്ലാഹു റഅൻ സ്വല്ലാ ഖബലൽ അസ്രി അർബഅ, റഹിമല്ലാഹു റഅൻ, ഒരു മനുഷ്യൻ അല്ലാഹു അനുഗ്രഹം നൽകട്ടെ, സ്വല്ലാ ഖബലൽ അസ്രി അർബഅ, അസ്ർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ആൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവട്ടെ. അപ്പൊ അസ്റിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാൻ കാരണമായി തീരുന്നതാണ്. സാധാരണ സുന്നത്ത് മുഅക്കദക്ക് പ്രത്യേകം പ്രതിഫലങ്ങൾ വേറെയുണ്ട്. ഇത് അതിൽ പെടാത്ത പ്രത്യേകമായ ഒരു സുന്നത്ത് നിസ്കാരം എന്നവാ അസ്റിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാൻ കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊന്ന് അൽ മഖൂസ് ഫിൽ മസ്ജിദ്, പള്ളിയിൽ താമസിക്കുക. പള്ളിയിൽ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തു കുത്തിയിരിക്കാം. എന്ത്? ഒരു നിസ്കാരത്തിന്റെ സമയം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടുക, അത് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാ ദാമ യന്തദിറുഹാ, ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാ ദാമ യന്തദിറുഹാ, ഒരു മനുഷ്യൻ നിസ്കാരം, നിങ്ങൾ ഒരാൾ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന കാലത്തോളം ആ സമയം അത്രയും അയാൾ നിസ്കാരത്തിലാണ്. വലാ തസാലുൽ മലായികതു തുസല്ലി അലാ അഹദികും മാ ദാമ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഇരിക്കുന്ന അത്രയും സമയം അതാ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു മാ ലം യുഹദിസ്, ആ മനുഷ്യന്റെ വുളൂ മുറിയുന്നത് വരെ, ആ മനുഷ്യന്റെ വുളൂ നഷ്ടപ്പെടുന്നത് വരെ മലക്കുകൾ അവർക്ക് വേണ്ടി കരുണക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവരോട് അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുന്നു. പള്ളിയിൽ ഇരിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല, റഹ്മത്ത് കിട്ടണ കാര്യമാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ മണ്ടിപ്പാഞ്ഞു പോകുന്ന നല്ല സ്വഭാവമാണെന്ന് ആരും വിചാരിക്കണ്ട. നിസ്കാരം കഴിഞ്ഞാലും പള്ളിയിൽ കുറച്ചു നേരം കാത്തിരിക്കുക, വഖത്തിന് നേരത്തെ വന്ന് വഖത്ത് പ്രതീക്ഷിച്ചിരിക്കുക, നിസ്കാരത്തിന്റെ സമയം പ്രതീക്ഷിച്ചിരിക്കുക, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നിസ്കാരം കഴിഞ്ഞാലും ആ പള്ളിയിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ, ഇപ്പതാ നിങ്ങൾക്കെല്ലാം വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ കാരുണ്യം ചൊരിയണേ. പോയവർക്കൊക്കെ ഈ പ്രാർത്ഥന പോയി, പോയവർക്കൊക്കെ പോയി. ആ വെളിയിൽ പോയി വർത്താനം പറയുന്ന എനിക്കൊന്നും കിട്ടൂല, ഒക്കെ പോയി. ഈ പ്രതിഫലം ലഭിക്കണോ? പള്ളിയിൽ ഇരിക്കുന്ന സമയത്തോളം അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പൊറുക്കലിനെ തേടുന്നു, അതുപോലെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിന്റെ കരുണ കിട്ടാൻ, കാരുണ്യം ലഭിക്കാൻ ഒരു സുപ്രധാനമായ കാര്യം പള്ളിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. എന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, പള്ളിയുമായി മനസ്സിണക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ഒരു മനുഷ്യൻ, ആ ആൾ, അയാളുടെ ഹൃദയം പള്ളിയുമായി ഇണക്കപ്പെട്ടതാണ് എന്നാണ്, ബന്ധിക്കപ്പെട്ടതായിരിക്കുന്നു എന്നാണ്. പള്ളിയിൽ നിന്ന് പോയാലും പള്ളിയിലേക്ക് വരണമെന്ന പെട്ടെന്ന് ആഗ്രഹം. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിപ്പോകുന്ന ആളുകളല്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് എന്തോ ഒരു കാര്യമില്ല, എന്തെങ്കിലും കാര്യത്തിന് പോണതാണോ? കാര്യത്തിനാണെങ്കിൽ ആയിക്കോട്ടെ നോക്കാം, ഒരു കാര്യം ഉണ്ടാവില്ല. വെറുതെ പള്ളിയിൽ പോകാം, പോയിട്ട് വർത്താനം പറയാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കുത്തിരിക്കാം. ഇതിനായിരിക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവാ. ആ ഇറങ്ങിപ്പോകുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പള്ളിയുമായി ഹൃദയം ബന്ധിക്കപ്പെട്ട ആളുകൾ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്നു. ഏത് സന്ദർഭം? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹ് യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു
അള്ളാഹുവിന്റെ തണലല്ലാതെ തണലില്ലാത്ത ഒരു ദിവസം അതാ ഖിയാമത്ത് നാളിൽ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും വല്ലാത്ത വേജാറിലാണ്, പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു അവന്റെ പ്രത്യേക കാരുണ്യത്തിനാൽ അർശിന്റെ തണൽ ലഭിക്കുന്നു, അർശിന്റെ തണൽ കൊടുക്കുന്നു 7 വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗം ആള്, അവരുടെ പ്രത്യേകത റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം ഇണക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹിന്റെ കാരുണ്യം കിട്ടാൻ ഹേതുവായി തീരുന്ന ഒരു പ്രവർത്തനമാണ് അത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്നാണ് രോഗിയെ സന്ദർശിക്കൽ. ചെറിയ കാര്യമില്ല, രോഗിയെ സന്ദർശിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മുങ്ങിക്കുളിക്കലാണ് അത്ര. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആദ മരീളൻ ലം യസൽ യഖൂദു റഹ്മതു ഹത്താ യജ്ലിസ് ഫൈദാ ജലസ ഇഗ്തമസ ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സഹോദരൻ, ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നാൽ കാരുണ്യത്തിൽ അയാൾ മുങ്ങുകയാണ്. കാരുണ്യം അയാൾ കാരുണ്യത്തിൽ അയാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അയാൾ മുങ്ങുകയാണ്. അയാൾ ഇരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ സന്ദർഭം മുഴുവനും അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് വേറൊരു ഹദീസിൽ കാണാം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മുങ്ങിക്കുളിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് രോഗിയെ സന്ദർശിക്കാൻ പോകലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതിനൊക്കെ ഒരു പ്രത്യേക ഹൃദയത്തിൽ ഒരു കാരുണ്യം ഉണ്ടാണ്, എന്നാലേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഹൃദയം കടുത്തുപോയവന് പോകാൻ പറ്റൂല. ഹൃദയത്തിൽ അല്പമെങ്കിലും കാരുണ്യം ശേഷിക്കുന്നവനെ ഒരാളുടെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോകാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആറാമത്തത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കലാണ്. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞത് എന്തൊക്കെയാണോ അതൊക്കെ സ്വീകരിച്ച് അനുസരിക്കുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅതീഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. വഅതീഉല്ലാഹ വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവേൻ, അവന്റെ പ്രവാചകനതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിങ്ങൾ അനുസരിക്കണം. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾ അനുഗ്രഹം ലഭിച്ചവരായേക്കാം, അനുഗ്രഹം ലഭിക്കപ്പെടുന്നവരെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടേക്കാം എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏഴാമത്തത് ഇഹ്സാൻ, മുഹ്സിനാവുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാണ്. എന്താണ് ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഇഹ്സാൻ? നന്മ, ഹുസ്ൻ, ഇഹ്സാൻ എന്താണത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു ദിവസം വന്നു. ഹദീഥു ജിബ്രീൽ എന്ന പേരിൽ ആ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തുകയാണ്. പ്രവാചകന്റെ മുട്ടുകാലിലേക്ക് തന്റെ കാല് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് നബി തങ്ങളുടെ തുടയുടെ മുകളിൽ തന്റെ കൈകൾ വെച്ചുകൊണ്ട് വളരെ ഭവ്യതയോടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. നബി തങ്ങൾ അതിന് ഉത്തരം പറയുന്നു. ആ വന്നയാള് പ്രവാചകൻ പറഞ്ഞത് ശരിയാണെന്ന് ശരിവെക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ഈ മനുഷ്യൻ ആരാ? ഇദ്ദേഹത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നാട്ടുകാരനല്ല, ഏതെങ്കിലും നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വന്നതാണെന്ന് കണ്ടാ തോന്നുകയുമില്ല. യാത്രയുടെ അടയാളങ്ങളൊന്നും അയാൾക്കില്ല. നബി തങ്ങൾ എടുത്തിരുന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇഹ്സാൻ. ഓ മുഹമ്മദ് നബിയെ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുകയാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്.
നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണം. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് അള്ളാഹിനെ കാണുന്നത് പോലെ ആരാധിക്കുക. ഇങ്ങനെ നീ ഇഹ്സാന് നേടിയെടുത്താൽ അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഈ ഇഹ്സാന് നേടിയെടുത്താലോ അള്ളാഹു പഠിപ്പിക്കുന്നു, ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ. തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം, ഇന്ന റഹ്മത്തല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം, ഖരീബും മിനൽ മുഹ്സിനീൻ, അത് സുഹൃതവാന്മാർക്ക് അടുത്തതാണ്, അവരോട് ഏറ്റവും അടുത്തതാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ 7 കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഇനിയും ധാരാളമുണ്ട്. ചുരുക്കുകയാണ് ഞാൻ, കുറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ 7 കാര്യങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ, പ്രത്യേകം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമായി തീരുന്നതാണ്. സത്യവിശ്വാസികളെ, റഹ്മാനായ അള്ളാഹുവിന്റെ റഹ്മത്ത് അത് ലഭിക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ആരെങ്കിലും അതിന് വേണ്ട എന്ന് പറയുന്നവരുണ്ടാകുമോ? നിരന്തരമായി ആഗ്രഹിക്കുകയല്ലേ, യാ അർഹമർ റാഹിമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. കരുണ ചെയ്യുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് റബ്ബിനോട് ദുആരക്കാത്ത ആളുകൾ ഉണ്ടോ? വളരെ ഗൗരവമാണത്. അപ്പൊ നിരന്തരമായി റബ്ബിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ വിശ്വാസികളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്, എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇനി ഒരു സുപ്രധാനമായ ഒരു വിഷയം ഇതിനോട് ചേർത്തുകൊണ്ട് പറയാനുണ്ട്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ വളരെ ഗൗരവതരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന സുപ്രധാനമായ ചില വിശ്വാസപരമായ ചില വിഷയങ്ങൾ, ചില നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകിയാൽ നാളെ നമ്മൾ ചർച്ച ചെയ്യുന്ന അഖീദയുടെ ഏറ്റവും സുപ്രധാനമായ വിഷയവും മുഅ്തസിലികളും റാഫിദിയാക്കളും അതുപോലെ ജഹ്മിയാക്കളും ഖദരിയാക്കളും ഒക്കെ പുറത്തു പോകാനുള്ള കാരണമായ സുപ്രധാനമായ വിഷയം സത്യവിശ്വാസികളെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനോട് എന്ത് സമീപനം സ്വീകരിക്കണം, അത് കേൾക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കേണ്ടത് എന്ന് വ്യക്തമായി ഇൻഷാ അല്ലാഹ് അതിന്റെ പണ്ഡിത ഉദ്ധരണികൾ അടക്കം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇന്ന് ഒരു പ്രധാനപ്പെട്ട സ്വതക്കയാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു മദ്രസയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ബീഹാർ സംസ്ഥാനത്തിലെ കഠിയാർ എന്ന സ്ഥലത്ത് അഹ്ലെ ഹദീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജാമിയ ഫാത്തിമ ലിൽ ബനാത്ത് എന്ന് പറയപ്പെടുന്ന മനാത്തുൽ മദ്രസ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ 150 ആൺകുട്ടികളും 130 പെൺകുട്ടികളുമാണ് പഠിക്കുന്നത്. ആ 130 പെൺകുട്ടികളും അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. അവരുടെ പഠനവും അവരുടെ ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായി നൽകുകയാണ്. നമുക്കറിയാം, വളരെ പ്രയാസമുള്ള ഒരു പ്രദേശങ്ങളാണ് അത്. ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം അത് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇവിടെയുള്ള നമ്മളെപ്പോലുള്ള ആളുകളും അതുപോലെ ഉദാരമതികളായ ആളുകളുടെയും ഒക്കെ സഹായം കൊണ്ടാണ്. നമുക്ക് ചെയ്യാവുന്നിടത്തോളം സഹായങ്ങൾ ചെയ്യുക. സാധാരണ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ദീനിപരമായി ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് ആവശ്യമാണ് സ്ത്രീകളുടെ ദീനി വിജ്ഞാനം എന്നത് സുപ്രധാനമായ ഒരു വിഷയമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരം പെൺകുട്ടികൾക്ക് സൗജന്യമായ മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നത് വളരെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതിന് സമ്പൂർണമായി സഹകരിക്കണം. എല്ലാവരും നന്നായി ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് വലിയ നാളുകൾക്ക്
അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. എല്ലാത്തരം മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.